السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله ما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, ജംഉം ഖസ്റും കൈഫിയത്തു സലാത്തുൽ മുസാഫിർ പാർട്ട് 5. ജംഇന്റെ വിവിധങ്ങളായ സന്ദർഭങ്ങളാണ് ഇതിൻ്റെ മുമ്പ് നാം വിശദീകരിച്ചത്. ഇനി ജംഇന്റെയും ഖസ്റിന്റെയും പൊതുവായ നിബന്ധനകൾ, അത് 5 അതിൽ ഒന്ന് ദീർഘയാത്രയാവണം എന്നുള്ളതാണ്. നാം എവിടേക്കാണോ പോകുന്നത് ആ പോകുന്ന സ്ഥലത്തേക്ക് മാത്രം ദീർഘമായ യാത്രയായിരിക്കണം. തവീലു സഫരി 48 മൈലൻ ഹാഷിമിയത്തൻ. ദീർഘമായ യാത്ര എന്ന് പറഞ്ഞാൽ ഹാഷിമിയായ 48 മൈലാണ്. ദഹാബൻ ഫഖത്ത് ലാ ദഹാബൻ വ ഇയാബൻ. അങ്ങോട്ട് പോകൽ മാത്രമായി 48 ഹാഷിമി മൈല് വേണം, പോകലും വരലും കൂടി അല്ല. ഹാഷിമിയത്ത് എന്ന് പറയുമ്പോൾ നിസ്ബത്തുല്ലിൽ അബ്ബാസിയീന, ഇത് അബ്ബാസിങ്ങളെ കൊള്ള നിസ്ബയാണ്, അല്ലാതെ ലാലി ഹാഷിമിൻ ജദ്ദിഹിം, ഈ അബ്ബാസിങ്ങളുടെ ജദ്ദായ ഹാഷിമിലേക്ക് നിസ്ബ ചെയ്തിട്ടല്ല ഇത് പറയുന്നത്. വഹിയ, ഈ 40 ഹാഷിമി മൈല് എന്ന് പറയുന്നത് 16 ഫർസഖൻ, 16 ഫർസഖാണ്. വഹിയ, ഈ 16 ഫർസഖ് എന്ന് പറയുന്നത് 4 ബുർദിൻ, 4 ബരീദാണ്. ഖുൽതു വഹിയ വഹുവ മർഹലത്താനി. തവീലു സഫർ 48 മൈലൻ ഹാഷിമിയത്തൻ എന്ന് പറയുന്നത് 2 മർഹലയാണ്. ബിസൈരിൽ അസ്കാല് ഐ സൈരി യൗമൈനി മുഅ്തദിലൈനി, മിതമായ 2 ദിവസത്തെ യാത്ര, സഞ്ചാരം, നടത്തം. ബിസൈരിൽ അസ്കാല്, ഭാരം ചുമന്ന ഒട്ടകങ്ങളുടെ നടത്തം കൊണ്ട് 2 ദിവസത്തെ നടത്തം. ഖാലൽ ഹലബി അൽ മഷ്ഹൂറു അലാ അൽസിനത്തിൽ മശായിഖി അന്നൽ മുറാദ ബിഹി സൈറുൽ ഇബിലി. ഒട്ടകങ്ങളുടെ സഞ്ചാരം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിതമായ 2 ദിവസത്തെ നടത്തം, ഭാരം ചുമന്നുകൊണ്ടുള്ള നടത്തം. കാരണം ലി അന്ന ഖതുവത്തൽ ഇബിലി ഔസഉ, ഒട്ടകത്തിൻ്റെ ഒരു അടി എന്ന് പറയുന്നത് നമ്മുടെ അടിയേക്കാൾ വിശാലമാണ്. അതുകൊണ്ട് ഭാരം ചുമന്ന ഒട്ടകങ്ങളുടെ നടത്തം നോക്കി മിതമായ 2 ദിവസത്തെ നടത്തമാണ് ഈ 2 മർഹല എന്ന് പറയുന്നത്. തുഹ്ഫ 2378-79, മഹല്ലി 1259, കുർദി 243. വസഹ, സഹിഹായി വന്നിട്ടുണ്ട്, അന്നബ്നൈ ഉമർ വ അബ്ബാസിൻ റളിയല്ലാഹു അൻഹും, ഇബ്നു ഉമർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും
കാന യഖ്സുറാനി ഫി അർബഅത്തി ബുർദിൻ, 4 ബുർദിൽ അവര് അത്രയും യാത്ര ഉണ്ടെങ്കിൽ അവർ ഖസ്റാക്കാർ പതിവുണ്ട്. വലാ യുറഫു ലഹുമാ മുഖാലിഫുൻ, അവർക്ക് എതിരായി പറഞ്ഞവർ ആരെയും അറിയപ്പെട്ടിട്ടില്ല. വൽ ബരീദു അർബഅത്തു ഫറാസിഖ, ഒരു ബരീദ് എന്ന് പറഞ്ഞാൽ 4 ഫർസഖാണ്. വൽ ഫർസഖു സലാസത്തു അംയാലിൻ ഹാഷിമിയ, ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ 3 ഹാഷിമി മൈലാണ്. അപ്പോ മൊത്തം എത്ര വരും? 48 ഹാഷിമി മൈല് വരും. വൽമൈലു അർബഅത്തു ആലാഫി ഖത്വത്തിൻ, ഒരു മൈലെന്ന് പറയുന്നത് 4000 അടിയാണ്. 4000 അടി എന്ന് പറഞ്ഞാൽ ഖത്വത്തുൽ ഇബിലി, ഒട്ടകത്തിന്റെ അടി അനുസരിച്ചുകൊണ്ട് 4000 അടിയാണ്. വൽ ഖത്വത്തു, ഒരു ഖത്വത്ത് എന്ന് പറഞ്ഞാൽ സലാസത്തു അഖ്ദാമി, 4 അടി. ഫഹുവ സിത്തത്തു ആലാഫി ദിറാഇൻ, അപ്പോ ഇത് 6000 മുഴമാണ്. 6000 മുഴം തുഹ്ഫ 2,379. ഇതിനെ ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ, ദീർഘയാത്ര 2 മർഹല. 2 മർഹല എന്നുള്ളത് 4 ബരീദാണ്. ഒരു ബരീദ് 4 ഫർസഖ്. അപ്പോ 4 ബരീദ് എത്ര ഫർസഖാവും? 4 × 4 = 16 ഫർസഖാവും. ഒരു ഫർസഖ് എന്നുള്ളത് 3 ഹാഷിമി മൈലാണ്. അപ്പോ 2 മർഹല 16 ഫർസഖ് ഗുണിക്കണം 3 ഹാഷിമി മൈൽ സമം 48 ഹാഷിമി മൈൽ. ഇനി ഒരു ഹാഷിമി മൈൽ, ഒരു ഹാഷിമി മൈല് 6000 മുഴാണ്. ഒരു മുഴം എന്നുള്ളത് മിതമായ രീതിയിൽ 46.1 സെന്റിമീറ്ററാണ്. അപ്പോൾ ഒരു ഹാഷിമി മൈൽ 2,76,600 സെന്റിമീറ്റർ വരും. അതായത് 46.1 ഗുണിക്കണം 6000 സമം 2,76,600 സെന്റിമീറ്റർ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്ററാണ്. അപ്പൊ 2,76,600 ഹരിക്കണം 100 സമം 2,766 മീറ്റർ. അപ്പോൾ ഒരു ഹാഷിമി മൈൽ വരുന്നത് 2,766 മീറ്ററാണ്. അങ്ങനെ വരുമ്പോൾ 48 ഹാഷിമി മൈൽ എത്ര മീറ്റർ വരും? 1,32,768 മീറ്റർ വരും. 1,32,762 മീറ്റർ. ഒരു മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെ നമ്മൾ ഈ 1,32,768 മീറ്ററിനെ 1000 മീറ്റർ കൊണ്ട് നമ്മൾ ഹരിക്കുക. 1000 കൊണ്ട് ഹരിക്കുക. കാരണം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്ററാണ്. 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. അപ്പൊ ഈ 1,32,768 മീറ്ററാണ് 48 ഹാഷിമി മൈൽ. ഇതിനെ നമ്മൾ 1000 കൊണ്ട്, 1000 മീറ്ററാണ് 1 കിലോമീറ്റർ, 1000 മീറ്റർ കൊണ്ട് നമ്മൾ ഹരിച്ചാൽ നമുക്ക് കിട്ടുക
132.768 കിലോമീറ്ററാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 2766 മീറ്റർ ഒരു ഹാഷ്മി മൈൽ, അത് 2 കിലോമീറ്ററും 2.766 2 കിലോമീറ്ററും 766 മീറ്ററും. അപ്പം ചുരുക്കത്തിൽ 2 കിലോമീറ്ററും 766 മീറ്ററും ഉണ്ടാവും. ഇതിനെ നമ്മൾ 48 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുക 132.768 കിലോമീറ്ററാണ്. അപ്പോൾ തവീലായ യാത്ര, ദീർഘമായ യാത്ര എന്ന് പറയുന്നത് ഏകദേശം 132 കിലോമീറ്റർ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. 132.768 കിലോമീറ്റർ, 132 കിലോമീറ്ററും 0.768, 1 കിലോമീറ്റർ തികയില്ല. ഇതാണ് ദീർഘമായ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ മെട്രിക് കണക്ക് പ്രകാരം 2 മർഹല എന്ന് പറയുന്നതും 48 ഹാഷ്മി മൈൽ എന്ന് പറയുന്നതൊക്കെ 132.768 കിലോമീറ്ററാണ്. ഇനി ഈ 2 മർഹല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന 48 ഹാഷിമി മൈൽ ദീർഘയാത്ര, ഇത് ഏകദേശം 80 കിലോമീറ്റർ ആണ് എന്ന ഒരു വീക്ഷണം ഷാഫി മദ്ഹബിൽ ഉണ്ട്. അത് ബിറിയ 69-ലും വഫാ ഉൽ വഫ അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൻ്റെ 186-ലും അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഖാല ഷരീഫു സുംഹൂദി ഫി താരീഖിൽ മദീനത്തി, ബഹുമാനപ്പെട്ട അഷ്ഷരീഫു സുംഹൂദി എന്നവർ താരീഖുൽ മദീനയിൽ പറഞ്ഞിട്ടുള്ളത്, ഇമാം നബവി റഹ്മത്തുള്ളയും മറ്റുള്ളവരും 1 മൈല് 6000 മുഴമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മൈൽ എന്നുള്ളത് 6000, ഹാഷ്മി മൈൽ 6000 മുഴമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞത് ബഈദുൻ ജിദ്ദ എന്നാണ് ബഹുമാനപ്പെട്ട അഷ്ഷരീഫു സുംഹൂദി എന്നവർ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ബലിൽ മൈലു, എങ്കിലും 1 മൈൽ എന്ന് പറയുന്നത് 3000 ദിറാഇൻ വ 500, അത് 3500 മുഴാണ്. കമാ സഹഹു ഇബ്നു അബ്ദിൽ ബർരി, ഇബ്നു അബ്ദുൽ ബർ എന്നവർ സഹിഹാക്കിയത് പ്രകാരം 3500 മുഴമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഹാഷിമി മൈല് 3500 മുഴമാണ്. 1 മുഴം എന്നുള്ളത് 46.1 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു ഹാഷ്മി മൈൽ 3500 ഗുണിക്കണം 46.1 സമം 1,61,350 സെൻറ്റിമീറ്ററാണ്. 1,61,350 സെൻറ്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ 1,61,350 ഹരിക്കണം 100 സെൻറ്റിമീറ്റർ സമം 1613.5 മീറ്റർ. അപ്പോൾ ഏകദേശം 1 കിലോമീറ്ററും 6.13 മീറ്ററും.
ഇതാണ് 613.5 മീറ്ററും. അങ്ങനെ വരുമ്പോൾ 48 ഹാഷ്മി മൈൽ, 48 ഗുണിക്കണം 1.613.5 സമം 77.448 കിലോമീറ്ററാണ്. അപ്പം 2 മർഹല എന്ന് പറയുന്നത് 77 കിലോമീറ്ററും 448 മീറ്ററും, ഏകദേശം 78 കിലോമീറ്റർ. അപ്പം നമ്മൾ 2 മർഹല 48 ഹാഷിമി മൈൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഏകദേശം 78 കിലോമീറ്ററാണ് വരുന്നത്. ഇത് മുഅ്തമദല്ല, ഷാഫി മദ്ഹബിലെ രണ്ടാമത്തെ വീക്ഷണമാണ്. ഇത് ബിറിയയിലും ഈ കണക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. സലാത്തുൽ മുസാഫിറിൻ്റെ അധ്യായത്തിൽ 69-ാമത്തെ പേജിൽ, അതുപോലെ വഫാ ഉൽ വഫ എന്ന ഗ്രന്ഥത്തിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്.